പോരും വഴി നിന്റെ തോഴനാം വാവരു സ്വാമിയെ വണങ്ങി ചന്ദനം കൊണ്ടു കുങ്കുമം ചാർത്തി. എടാ എന്നാ പരിപാടി തന്നെ? അഴുതയിൽ മുങ്ങിയിട്ട് നിനക്ക് ആ പാട്ടറിയോ? ആ പാട്ടൊന്ന് പഠിക്കും. അഴുതയിൽ മുങ്ങിയിട്ട് കല്ലുമെടുക്കണം കല്ലിടാൻ കുന്നിൽ. അങ്ങനെയാണോ അതിന്റെ വരി? പിന്നെ എന്നാ വരി? പിന്നെ എങ്ങനെയാ? നീ ഒന്ന് പാടിക്കും. ഒന്ന് പാടിയടാ കേക്കട്ടെ. ആ പാട്ട് എങ്ങനെയല്ലേ ഇപ്പൊ? പോരും വഴി നിന്റെ തോഴനാം വാവരു സ്വാമിയെ വണങ്ങി ചന്ദനം കൊണ്ടു കുങ്കുമം ചാർത്തി പേട്ടയും തുള്ളിടേണം. അങ്ങനെയല്ലേ അതിന്റെ ടൂണ്? കേക്കുന്നില്ലടാ. ഇങ്ങോട്ടോ ഇങ്ങോട്ട് പാടാൻ പോട്ട. കേക്കണില്ലെന്ന്. എടാ ഇങ്ങോട്ട് വന്ന് പാട. അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. അഴുതയിൽ മുങ്ങിയിട്ട് കല്ലുമെടുക്കണം കല്ലിടാൻ കുന്നിൽ സ്ഥാപിക്കണം. നീലിമല കയറി നിൻ മുന്നിലെത്തുമ്പോൾ. ആലപ്പുഴ മധുസാറില്ലേ? ഏതാ? ശാലീന സൗന്ദര്യം. ആ പാട്ട് എഴുതിയ പുള്ളി എന്റെ അയ്യപ്പന് വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത അയ്യപ്പ ഭക്തിയാണെന്ന് വേണ്ടി പുള്ളി ലിറിക്സ് ചെയ്ത് ട്യൂൺ ചെയ്ത പാട്ട്. അല്ല ഈ പാട്ടിനെ കുറിച്ച് പറയാ. ഇപ്പൊ പാടിയ പാട്ടിന് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പാടാം. അന്ന് പാടി അമ്മ അയ്യപ്പൻ വൻ പരിപാടിയല്ലേ. കലാഭമണിയുടെ എന്തോരം പാട്ടുണ്ടെന്ന്. ഞാൻ എത്രയോ പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇറക്കാനൊക്കെ. ഏത് അയ്യപ്പന്റെ ഇഷ്ടം പോലെ 1000-ലധികം. ഞാൻ ഭയങ്കര അയ്യപ്പ ഫാനാ. 1000 അത് ഹിറ്റാവുന്ന പാട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല അടുത്ത പ്രാവശ്യം അയ്യപ്പൻ ചെയ്യണം. ഈ പ്രാവശ്യം വേറൊരു വൈബ് അല്ലേ? മലയൊക്കെ കേറി. അത് പ്രത്യേക വൈബ് ഭയങ്കര വൈബ്. അത് അവിടെ പോയി ആ മലയറ്റത്ത് എന്നിട്ട് അതിന്റെ താഴെ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയി കഞ്ഞിയും കപ്പയൊക്കെ കഴിച്ചിട്ട്. അല്ല അതിനോട് അങ്ങനെ എനിക്കില്ല. എനിക്ക് ആ കയറ്റമൊക്കെ ഒരു വൈബാ. ഞങ്ങള് ഒരു കെട്ട് മുറുക്കാനൊക്കെ ആയിട്ടാ പോകുന്നത്. അവിടെ സൈഡിൽ ഇരുന്ന് മുറുക്കി ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എനിക്ക് മറ്റേ കാനന അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നടക്കാനൊന്നും പറ്റത്തില്ല. ഈ പാട്ട് പുള്ളി പാട്ട് എഴുതി. മറ്റേ പുള്ളില് ഉദിച്ചു പുള്ളി എഴുതിയ പാട്ട് ട്യൂൺ ചെയ്തതാ. ഞാൻ പറഞ്ഞത് കൊള്ളാം സാറേ, നന്നായിട്ടുണ്ട്. അപ്പം പഴയ ഒരു ഇതിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സാധനം കാട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്. കാട്ടിക്കടൊക്കെ പോകുമ്പോ ഒരു കാട്ടിയാതിക്കാർ ഒരു ഫീലുണ്ട്. അതിനെ കണക്കാക്കി പുള്ളി ചെയ്തിരിക്കുന്നത്. ആര്യങ്കാവിലുണ്ടേ അയ്യപ്പൻ കാവിലുണ്ടേ നാടിന്റെ ഉള്ളിനുള്ളിൽ വേടത്തി മലയിലുണ്ടേ. ആര്യങ്കാവിലുണ്ടേ അയ്യപ്പൻ കാവിലുണ്ടേ കാടിന്റെ ഉള്ളിനുള്ളിൽ വേടത്തി മലയിലുണ്ടേ. അടിയങ്ങൾ കുടയോനാണേ ആ ദൈവം അയ്യപ്പുരനാണേ. ആര്യങ്കാവിലുണ്ടേ. പക്ഷെ ആ പാട്ടിന്റെ ടൂണിൽ വേറെ പാട്ടുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ തേന്മാവിൻ കൊമ്പിൻ്റെ അകത്തൊരു സാധനം തുടക്കത്തില്. അതേത് പാട്ടായിരുന്നു? അത് തേന്മാവിൻ കൊമ്പില്ലേ? ആ കാളവണ്ടി കൊമ്പ് ഒരു പാട്ടുണ്ടല്ലോ. ആ ടൈപ്പ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ അതേതായാലും പാട്ട് അതേതായിരുന്നു? അത് അയ്യോ ഭയങ്കര തുമ്പത്തുണ്ട്. അത് ഏതാ പാട്ട്? ഏതായിരുന്നു? പാട്ട് ഏതായിരുന്നു? ഓ ഓ ഓ നിലാ പൊങ്കലായേരോ പാടം. അതുപോലെ തന്നെ എനിക്ക് മറ്റേ പാട്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നില്ലേ നമ്മുടെ ഈ സിനിമയില്ലേ നമ്മുടെ ഇവരഭിനയിച്ച്
എന്താണ് അയ്യോ കന്നാസും കടലാസിന്റെ അത് അവരുടെ ഒരു സാധനം ഉണ്ടല്ലോ. മറ്റേ കാബൂളി കാബൂളി വാലല്ല മറ്റേ ഒരു നോമ്പരും പാഴ്നിലാവിനും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ഇരുമലകൾ പരം മരത്തിൻ ചില്ലകൾ പരം ചില്ലയും കൂടൊരു പരം കൂടൊഴിഞ്ഞു ചിറകു പരം ചിറകിൻ തൂവലു പരം തൂവലു കട്ടിനും പരം കട്ടിനാണ് പോലെ പാഴ്നിലാവിനും ഒരു നൊമ്പരം പാതിരാക്കി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ ഈ വരി നീ അതിന്റെ വരി നീ ശ്രദ്ധിച്ചു ഏതിന് മണ്ണിനു മരങ്ങൾ ഭാരം മനസ്സിലായേ മണ്ണിന് മരങ്ങൾ ഭാരം മരത്തിന് ചില്ലകൾ ഭാരം ചില്ലയിൽ കൂടുതൽ ഭാരം കൂടൊഴിഞ്ഞ പക്ഷികൾ പക്ഷിക്ക് ചിറകു ഭാരം ചിറകിൻ തൂവല് ഭാരം തൂവലാണ് ഭാരം. ഒയ്യോ എന്നെ ലിറിക്കല്ലേ. അതുപോലെ തന്നെ എനിക്ക് മറ്റേ പാട്ട് ഇഷ്ടമെന്നറിയാം. പിറന്നൊരു മണ്ണും മാറിയില്ല തേടുക നിലയും നിജാവും പകലും വേനൽ കാറ്റും മഴയും തൂമഞ്ഞും നിഴലാടും നേരം എന്തിനോ അതേ സിനിമയിലെ പാട്ടാണ്. എന്നിട്ട് ഇതിനകത്ത് കാബൂളി വേല കാബൂളിലൊക്കെ തന്നെ പാട്ടാണ് അത്. പിന്നെ മറ്റേ പാട്ട് എനിക്ക് മനസ്സിലായി. അങ്ങകലരുതി കടലിനക്കര ഇക്കര നമ്മളിരിപ്പൂ കാണാ കണ്ണുമാവിടെ കഥന കടലിക്കര ഇക്കര. പ്രൊഡ്യൂസർ വിളിക്കുന്നു.